നമസ്കാരം. റീഡിംഗ് തുടങ്ങുന്നതിന് മുന്നേ ഒരു ചെറിയ കാര്യം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. എല്ലാവർക്കും ഒരുപോലെ ബാധകമാകണമെന്നില്ല. നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രം പോസിറ്റീവായി എടുക്കുക, മറ്റുള്ളവ വിട്ടുകളയുക. ഇനി നമുക്ക് സ്പ്രെഡിലോട്ട് പോകാം. 8 കാർഡിൻ്റെ ഒരു സ്പ്രെഡാണ് എടുക്കുന്നത്. ബോട്ടം വന്നത് പേജ് ഓഫ് കപ്സ് ആണ്. 9 of swords, Queen of wands, 4 of wands, 4 of swords, 3 of swords, 3 of pentacles, 5 of pentacles, Ace of cups. ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന സ്പ്രെഡ്. ഇനി വിശദമായ റീഡിങ്ങിലോട്ട് പോകാം. ഈ സ്പ്രെഡിലെ ആദ്യത്തെ കാർഡ് 9 of swords കാർഡാണ്. ഈ കാർഡിലെ വ്യക്തി തൻ്റെ മുഖം കൈകൾ കൊണ്ട് മറച്ചു പിടിച്ചിരിക്കുകയാണ്. മറ്റൊരാളെ വേദനിപ്പിച്ചവർക്ക് പിൽക്കാലത്തുണ്ടാകുന്ന കടുത്ത കുറ്റബോധത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ചെയ്ത തെറ്റുകൾ ഓർത്ത് സമാധാനമായി ഉറങ്ങാൻ കഴിയാത്ത അവസ്ഥ അവർക്കുണ്ട്. മറ്റൊരാളുടെ കണ്ണു നിറച്ചവർക്ക് കാലം തിരികെ നൽകുന്നത് കടുത്ത ഉത്കണ്ഠയും പേടി സ്വപ്നങ്ങളുമായിരിക്കും. പുറമേക്ക് അവർ സന്തോഷവാനായി കാണപ്പെട്ടാലും ഉള്ളിൻ്റെ ഉള്ളിൽ അവരെ ചിന്തകൾ വേട്ടയാടിക്കൊണ്ടിരിക്കും. ഈ കാർഡ് കടുത്ത ഏകാന്തതയെയും ഭയത്തെയും കുറിക്കുന്നു. അവർ ചെയ്ത കാര്യങ്ങളുടെ ഫലമായി വിശ്വസിക്കാൻ ആരുമില്ലാത്ത അവസ്ഥയിലേക്ക് കാലം അവരെ എത്തിച്ചേക്കാം. നിങ്ങളുടെ കണ്ണുനീരിന് മറുപടിയായി കാലം അവർക്ക് നൽകുന്നത് സമാധാനമില്ലാത്ത രാത്രികളായിരിക്കും. 9 of swords എന്നത് പുറമേ നിന്നുള്ള ഒരു ആക്രമണമല്ല, മറിച്ച് സ്വന്തം മനസ്സ് തന്നെ തനിക്കെതിരെ തിരിയുന്ന അവസ്ഥയാണ്. അതിനേക്കാൾ വലിയൊരു ശിക്ഷ വേറെ ഉണ്ടാകില്ല. അനാവശ്യമായ പേടികളും വരാനിരിക്കുന്ന തകർച്ചയെക്കുറിച്ചുള്ള ആശങ്കകളും അവരെ വേട്ടയാടും. താൻ മറ്റൊരാൾക്ക് നൽകിയ വേദന തനിക്കും തിരിച്ചു കിട്ടുമോ എന്ന അദൃശ്യമായ ഭയം അവരെ എപ്പോഴും പിന്തുടരും. കാലം അവർക്ക് നൽകുന്നത് സ്വന്തം ചിന്തകളാലുള്ള പീഡനമാണ്. അവർക്ക് ചുറ്റും സന്തോഷമുണ്ടായാൽ പോലും അത് ആസ്വദിക്കാൻ കഴിയാത്ത വിധം മനസ്സൊരു ഇരുണ്ട തടവറയിലായിരിക്കും. കാലം അതിൻ്റെ കണക്ക് പുസ്തകം തുറന്നു കഴിഞ്ഞു എന്നാണ് ഈ കാർഡ് സൂചിപ്പിക്കുന്നത്. നിങ്ങളുടെ കണ്ണുനീർത്തുള്ളികൾ അവർക്ക് വലിയ ഭാരമായി മാറിക്കൊണ്ടിരിക്കും. നിങ്ങളെ കരയിച്ചവർക്ക് കാലം നൽകുന്നത് കണ്ണുനീരല്ല, പകരം എന്നേക്കുമായി നഷ്ടപ്പെട്ട മനസ്സമാധാനമാണ്. നിങ്ങളെ തളർത്താൻ ശ്രമിച്ചവർക്ക് മുന്നിൽ നിങ്ങൾ തളരാതെ കൂടുതൽ കരുത്തോടെ നിലകൊള്ളുന്നു എന്നതാണ് ക്യൂൻ ഓഫ് വാൻഡ്സ് എന്ന കാർഡിൻ്റെ അർത്ഥം. കണ്ണുനീർ തുടച്ചു മാറ്റി ആത്മവിശ്വാസത്തോടെ സ്വന്തം ജീവിതത്തെ നയിക്കുന്ന ഒരു വ്യക്തിയെയാണ് ഈ കാർഡ് കാണിക്കുന്നത്. അത് നിങ്ങളാണ്. നിങ്ങളുടെ ഇന്നർ ഫയർ ആർക്കും കെടുത്താൻ കഴിയില്ല. നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ, പ്രത്യേകിച്ച് കരിയറിൽ വലിയ വിജയം കൈവരിക്കാൻ പോകുന്നു. ഈ കാർഡ് പ്രശസ്തിയെയും അംഗീകാരത്തെയും സൂചിപ്പിക്കുന്നു. നിങ്ങളെ വേദനിപ്പിച്ചവർ നിങ്ങളുടെ വളർച്ച കണ്ട് അത്ഭുതപ്പെടുന്നൊരു കാലമാണ് വരുന്നത്. നിങ്ങളുടെ വ്യക്തിത്വം കൂടുതൽ തിളങ്ങാൻ പോകുന്നു. മറ്റുള്ളവർ നിങ്ങളെ ബഹുമാനിക്കാനും ആദരിക്കാനും തുടങ്ങും. അവർ അവരുടെ കുറ്റബോധത്തിലും വേവലാതിയിലും കഴിയുമ്പോൾ നിങ്ങളൊരു രാജ്ഞിയെപ്പോലെയോ രാജാവിനെ പോലെയോ സ്വന്തം സാമ്രാജ്യം കെട്ടിപ്പടുക്കും. നിങ്ങളുടെ പുതിയ ഊർജ്ജത്തെയും ആത്മവിശ്വാസത്തെയും ആർക്കും തടയാനാവില്ല. കാലം അതിൻ്റെ നീതി നടപ്പാക്കുമെന്ന അടിയുറച്ച വിശ്വാസത്തോടെ നിങ്ങൾ മുന്നോട്ട് പോകുക. കാലത്തിൻ്റെ നീതി അവർക്ക് ശിക്ഷ നൽകുമ്പോൾ നിങ്ങൾക്ക് വിജയം നൽകുകയും ചെയ്യുന്നു. ക്യൂൻ ഓഫ് വാൻഡ്സ് പറയുന്നത് നിങ്ങളെ തളർത്താൻ ശ്രമിച്ചവർ അവരുടെ കുറ്റബോധത്തിലും വേവലാതിയിലും കഴിയുമ്പോൾ നിങ്ങൾ തലയുയർത്തി കൂടുതൽ പ്രകാശത്തോടെ വളരുക എന്നാണ്. നിങ്ങളുടെ ഈ വിജയമാണ് അവർക്കുള്ള മറുപടിയും കാലം നിങ്ങൾക്ക് നൽകുന്ന നീതിയും. ആര് സത്യത്തിൻ്റെ പക്ഷത്താണോ അവർ ഒടുവിൽ വിജയിക്കുക തന്നെ ചെയ്യും. നീതി വൈകിയാലും അത് തീർച്ചയായും വരുമെന്ന് ഈ കാർഡ് സൂചിപ്പിക്കുന്നു. അന്തിമ വിജയം നിങ്ങൾക്കായിരിക്കുമെന്ന് 4 of wands കാർഡ് സൂചിപ്പിക്കുന്നു. നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന വിഷമതകൾക്ക് ഒടുവിൽ നിങ്ങൾക്ക് സമാധാനവും സന്തോഷവും ലഭിക്കുമെന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. നിങ്ങളെ വേദനിപ്പിച്ചവർക്ക് കാലം മറുപടി നൽകുന്നതോടെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വിജയം ആഘോഷം കാത്തിരിക്കുന്നു എന്ന് ഈ കാർഡ് സൂചിപ്പിക്കുന്നു. കണ്ണുനീർ ഒഴുക്കിയ കാലം മാറി നിങ്ങൾ സുരക്ഷിതമായ ഒരു അവസ്ഥയിലെത്തുമെന്ന് ഈ കാർഡ് പറയുന്നു. മറ്റുള്ളവരുടെ ദ്രോഹങ്ങൾ നിങ്ങളെ തളർത്താൻ അനുവദിക്കാതെ നിങ്ങളൊരു ശക്തമായ അടിത്തറ കെട്ടിപ്പടുക്കും. ഈ കാർഡ് യുദ്ധത്തെയല്ല, മറിച്ച് സമാധാനത്തെയാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങളെ തളർത്താൻ നോക്കിയവരും അവരുടെ മുന്നിൽ തന്നെ നിങ്ങൾ തലയുയർത്തി നിൽക്കുന്നതാണ് അവർക്കുള്ള ഏറ്റവും വലിയ മറുപടി. ആ സന്തോഷം നിങ്ങളെ തേടി വരും. പ്രതികാര ചിന്തകളിൽ നിന്ന് മാറി സ്വന്തം സന്തോഷത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കാലം നിങ്ങളെ സഹായിക്കും. മറ്റുള്ളവർക്ക് കിട്ടേണ്ടത് അവർക്ക് ലഭിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊപ്പം സന്തോഷം പങ്കിടുന്ന തിരക്കിലായിരിക്കും. നിങ്ങളുടെ കണ്ണുനീർ അവസാനിക്കുമെന്നും വൈകാതെ തന്നെ നിങ്ങൾ സന്തോഷത്തിൻ്റെ പന്തലിലെത്തുമെന്നും 4 of wands പറയുന്നു. നിങ്ങളെ വേദനിപ്പിച്ചവർക്ക് കാലം മറുപടി നൽകട്ടെ എന്ന് കരുതി നിങ്ങളിപ്പോൾ സമാധാനമായി ഇരിക്കണമെന്നാണ് ഇതിൻ്റെ അർത്ഥം. പോരാട്ടങ്ങളിൽ നിന്നും തർക്കങ്ങളിൽ നിന്നും തൽക്കാലം മാറി നിൽക്കുക. നിങ്ങളുടെ കണ്ണുനീരിന് കാലം പരിഹാരം കാണുമ്പോൾ ആ സമയം നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കാൻ ഉപയോഗിക്കണം. വേദനകളിൽ നിന്ന് മോചിതയാകാൻ
ഉള്ള സമയമാണിത്. പലപ്പോഴും നമ്മൾ നേരിട്ട് പ്രതികരിക്കുന്നതിനേക്കാൾ ശക്തി ഉണ്ടാകുന്നത് നമ്മുടെ നിശബ്ദരായിരിക്കുമ്പോഴാണ്. നിങ്ങൾ ശാന്തരായിരിക്കുക, ബാക്കി കാര്യങ്ങൾ പ്രപഞ്ചം നോക്കിക്കൊള്ളുമെന്നൊരു ഉറപ്പാണ് ഈ കാർഡ്. വൈകാരികമായ തളർച്ചയിൽ നിന്ന് മാറി നിന്ന് കാര്യങ്ങളെ ദൂരക്കാഴ്ചയോടെ കാണാൻ ഇത് സഹായിക്കും. മറ്റുള്ളവർക്ക് മറുപടി കൊടുക്കാൻ ഊർജ്ജം കളയാതെ ആ ഊർജ്ജം സ്വന്തം വളർച്ചയ്ക്കായി മാറ്റിവെക്കുക. ഓറോ സോഴ്സ് പറയുന്നത് ഇപ്പോൾ നിങ്ങൾ ഒന്ന് വിശ്രമിക്കുക, മനസ്സിനെ ശാന്തമാക്കുക എന്നാണ്. നിങ്ങൾ ഒഴുക്കിയ കണ്ണുനീരിൻ്റെ കാലം കണക്ക് ചോദിക്കുന്നത് നിങ്ങൾ സമാധാനമായി ഇരിക്കുമ്പോഴായിരിക്കും. പോരാട്ടം അവസാനിച്ചിരിക്കുന്ന ഇനി സമാധാനത്തിൻ്റെ സമയമാണ്. നിങ്ങളുടെ ആന്തരിക സമാധാനമാണ് നിങ്ങൾക്കുള്ള ഏറ്റവും വലിയ വിജയമെന്ന് മനസ്സിലാക്കുക. നിങ്ങൾ അനുഭവിച്ച ആഴത്തിലുള്ള വേദനയും കണ്ണുനീരുമാണ് 3 ഓഫ് സോഴ്സ് കാർഡ് സൂചിപ്പിക്കുന്നത്. ഈ വേദന ശാശ്വതമായ ഒന്നല്ല. ഒരു തകർച്ചയ്ക്ക് ശേഷം മാത്രമേ പുതിയൊരു നിർമ്മാണം സാധ്യമാകൂ. നിങ്ങളെ വേദനിപ്പിച്ചവർക്ക് കാലം മറുപടി നൽകുമ്പോൾ നിങ്ങൾ ആ വേദനയിൽ നിന്ന് മോചിതരായി മുന്നോട്ട് പോകും. കരഞ്ഞു തീർക്കുന്നത് ഒരു ബലഹീനതയല്ല, മറിച്ച് മനസ്സിനെ ശുദ്ധീകരിക്കാനുള്ള വഴിയാണ്. ആ കണ്ണുനീരിന് ഓരോന്നിനും അർഹമായ മറുപടി കാലം നൽകുമെന്ന് ഉറപ്പാണ്. ഒളിഞ്ഞിരുന്ന വഞ്ചനകളോ ചതികളോ വെളിച്ചത്ത് വരുമെന്നാണ്. നിങ്ങളുടെ ഹൃദയം തകർത്തവർക്കുള്ള മറുപടി പ്രപഞ്ചം നൽകുക തന്നെ ചെയ്യും. നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന ഈ വേദന വെറുതെയാകില്ല. അത് നിങ്ങളെ കൂടുതൽ കരുത്തരാക്കി മാറ്റും. കണ്ണുനീർ ഒഴുക്കേണ്ടി വന്നാലും നിങ്ങളെ ചതിച്ചവരുടെ വേദനിപ്പിച്ചവരുടെയും യഥാർത്ഥ മുഖം കാണാൻ സാധിച്ചു എന്നത് തന്നെ വലിയ കാര്യമാണ്. ഈ തിരിച്ചറിവ് ഭാവിയിൽ കൂടുതൽ വഞ്ചനകളിൽ നിന്ന് നിങ്ങളെ സംരക്ഷിക്കും. ആ വേദന പുറത്തു വന്നതോടെ മനസ്സ് ഭാരമില്ലാത്തതാകുന്നു. പഴയതിനെ ഉപേക്ഷിച്ചാൽ മാത്രമേ പുതിയത് നല്ലതുമായ കാര്യങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഇടം ലഭിക്കൂ. ശത്രുക്കൾക്ക് മറുപടി നൽകാൻ കാലത്തെ അനുവദിക്കുമ്പോൾ നിങ്ങൾ സ്വയം സ്നേഹിക്കാനും പരിപാലിക്കാനും സമയം കണ്ടെത്തുന്നു. നിങ്ങളുടെ അധ്വാനത്തിനും കണ്ണുനീരിനും പ്രതിഫലമായി നല്ലൊരു ജീവിത സാഹചര്യം നിങ്ങൾക്ക് കൈവരും. നിങ്ങളെ തളർത്താൻ ശ്രമിച്ചവർ കാണുന്നത് നിങ്ങൾ കൂടുതൽ സന്തോഷവതിയായി മാറുന്നതാണ്. ഇതാണ് നിങ്ങളൊഴുക്കിയ കണ്ണുനീരിനും സഹിച്ച വേദനയ്ക്കും പകരമായി നിങ്ങളുടെ കഴിവുകൾക്കും പ്രവൃത്തികൾക്കും ലോകത്തിന് മുന്നിൽ വലിയ അംഗീകാരം ലഭിക്കാൻ പോകുന്നു. നിങ്ങളെ തളർത്താൻ നോക്കിയവർ പോലും നിങ്ങളുടെ വളർച്ച കണ്ട് അതിശയിക്കുന്ന ഒരു സമയമാണ് വരാൻ പോകുന്നത്. നിങ്ങളുടെ പരിശ്രമങ്ങൾ ഫലം കണ്ടു തുടങ്ങും. നിങ്ങൾ തകർന്നു പോകാതെ പടുത്തുയർത്തിയ കാര്യങ്ങൾ മറ്റുള്ളവർക്ക് മാതൃകയാകും. നിങ്ങളെ വേദനിപ്പിച്ചവർക്ക് കാലം നൽകുന്ന ഏറ്റവും വലിയ മറുപടി നിങ്ങളുടെ വിജയമാണ്. ഈ ഘട്ടത്തിൽ നിങ്ങളെ സഹായിക്കാൻ ശരിയായ ആളുകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും. ഒറ്റയ്ക്കല്ല എന്ന തിരിച്ചറിവ് നിങ്ങൾക്ക് ലഭിക്കും. വേദനകളിൽ തളരാതെ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികൾക്ക് കാലം വലിയ പ്രതിഫലം നൽകും. നിങ്ങളെ വേദനിപ്പിച്ചവർ നിങ്ങളുടെ വീഴ്ച കാത്തിരിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ വിജയത്തിൻ്റെ ഗോപുരം പണിയുകയായിരിക്കും. 5 ഓഫ് പെൻറ്റക്കിൾസ് കാർഡ് പറയുന്നത് ഏറ്റവും കൂടുതൽ സഹായം ആവശ്യമുള്ള സമയത്ത് നിങ്ങളെ തനിച്ചാക്കി പോയവരുടെ ഈ കാർഡ് ഓർമ്മിപ്പിക്കുന്നു. ആ കണ്ണുനീർ വെറുതെയല്ല. നിങ്ങൾ അനുഭവിച്ച ആ അവഗണനയ്ക്ക് കാലം തീർച്ചയായും മറുപടി നൽകുക തന്നെ ചെയ്യും. എല്ലാം നഷ്ടപ്പെട്ടെന്ന് തോന്നിയിടത്തു നിന്നാണ് നിങ്ങളിപ്പോൾ എഴുന്നേൽക്കുന്നത്. പ്രപഞ്ചം നിങ്ങളെ കൈവിടില്ല എന്ന ഉറപ്പാണ് ഈ കാർഡ് നൽകുന്നത്. വേദനയിലൂടെ കടന്നുപോയവർക്കേ മറ്റുള്ളവരുടെ വേദന മനസ്സിലാക്കാൻ കഴിയൂ. ആ തിരിച്ചറിവ് നിങ്ങളുടെ വരുംകാല പ്രവർത്തനങ്ങളിൽ വലിയ സ്വാധീനം ചെലുത്തും. ഏസ് ഓഫ് കപ്സ് ഈ വായനയുടെ ഏറ്റവും മനോഹരമായ ഒരു സമാപ്തിയാണ് കാണിക്കുന്നത്. വേദനയുടെയും കഷ്ടപ്പാടിൻ്റെയും ഘട്ടങ്ങൾ പിന്നിട്ട് നിങ്ങളുടെ ഹൃദയം വീണ്ടും സ്നേഹവും സന്തോഷവും കൊണ്ട് നിറയാൻ പോകുന്നു എന്നതിൻ്റെ വലിയൊരു സൂചനയാണ് ഈ കാർഡ്. വൈകാരികമായ എല്ലാ തളർച്ചകൾക്കും ശേഷം നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും പുതിയൊരു അധ്യായം തുടങ്ങുന്നു. പറ്റിപ്പോയ കണ്ണുനീരിന് പകരം സ്നേഹത്തിൻ്റെ ഉറവ നിങ്ങളുടെ ഉള്ളിൽ നിറയും. പ്രപഞ്ചം നിങ്ങളെ സ്നേഹം കൊണ്ട് പൊതിയുന്ന സമയമാണിത്. ഏസ് ഓഫ് കപ്സ് പലപ്പോഴും ദൈവത്തിൻ്റെ അല്ലെങ്കിൽ പ്രപഞ്ചത്തിൻ്റെ നേരിട്ടുള്ള അനുഗ്രഹമായിട്ടാണ് കരുതപ്പെടുന്നത്. നിങ്ങളെ വേദനിപ്പിച്ചവർക്ക് കാലം നൽകുന്ന ഏറ്റവും വലിയ മറുപടി നിങ്ങളെ വീണ്ടും സന്തോഷമുള്ളവരാക്കി മാറ്റുക എന്നതാണ്. സമാധാനത്തിൻ്റെ ഒരു വെള്ളരിപ്രാവിനെ പോലെ നിങ്ങളുടെ മനസ്സിലേക്ക് ശാന്തത കടന്നു വരും. പഴയ പകയോ ദേഷ്യമോ ഇല്ലാതെ ശുദ്ധമായ മനസ്സോടെ മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങൾ ഒഴുക്കിയ ഓരോ തുള്ളി കണ്ണുനീരും പ്രപഞ്ചം ഒരു പാത്രത്തിൽ ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. കാലം അവരോട് കണക്ക് ചോദിച്ച് മറുപടി നൽകുമ്പോൾ നിങ്ങളുടെ പാത്രം സന്തോഷം കൊണ്ട് നിറഞ്ഞു കവിയും. സമാധാനമായിരിക്കുക, നല്ല നാളുകൾ വന്നെത്തിക്കഴിഞ്ഞു. ഇതാണ് ഇന്ന് ലഭിച്ച ഗൈഡൻസ്. ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾക്ക് നന്ദി, നമസ്കാരം.